US ഇറാൻ വെടിനിർത്തൽ വിഷയത്തിൽ ഇറാനുമേൽ അമേരിക്കൻ സമ്മർദ്ദം ശക്തമാക്കുന്നു. ഇറാനെതിരെ ആക്രമണങ്ങൾ വീണ്ടും രൂക്ഷമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ ഭാഗമായി വീണ്ടും മിസൈൽ പദ്ധതി ലക്ഷ്യമിടുന്നതിനെക്കുറിച്ച് US വൃത്തങ്ങൾ സൂചന നൽകി. ഇതിനെതിരെ ചൈനീസ് എണ്ണ കമ്പനികൾക്കെതിരായ US ഉപരോധത്തിനെതിരെ ചൈനീസ് സർക്കാരും രംഗത്ത് വന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ടെഹ്റാന്റെ 14 നിർദ്ദേശങ്ങൾ വാഷിംഗ്ടൺ അവലോകനം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇറാന്റെ ഈ പുതിയ സമാധാന നിർദ്ദേശത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംശയം പ്രകടിപ്പിച്ചതോടെ അതും വെട്ടിലായി. ഇതോടെ ഒരേ സമയം ചർച്ചകൾക്കും ഏറ്റുമുട്ടലിനും തയ്യാറാണെന്ന് ട്രംപ് സൂചിപ്പിക്കുന്നു. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച നടത്തുന്ന നയതന്ത്ര സംഘത്തിന്റെ ഉപദേഷ്ടാവായി നിക് സ്റ്റുവർട്ടിനെ നിയമിച്ചതായി വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. അതേസമയം പന്ത് ഇപ്പോൾ US കോർട്ടിലാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ തുടരുമ്പോഴും ലെബനനിൽ ഞായറാഴ്ചയും അക്രമം തുടരുകയാണെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിനിടെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ കുടിയൊഴിപ്പിക്കലിന്റെ മുന്നറിയിപ്പ് നൽകി. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച ലെബനനിലെ ഗ്രാമങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ചൈനയുടെ 5 റിഫൈനറികൾക്കെതിരെയുള്ള US ഉപരോധം തടയാൻ ചൈന ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ എണ്ണ വാങ്ങിയ 5 ആഭ്യന്തര റിഫൈനറികൾക്കെതിരെയാണ് US ഉപരോധം. ഇത് തടയാൻ ചൈനീസ് സർക്കാർ നടപടി തുടങ്ങുമ്പോൾ ഇത് ഏതു വിധത്തിൽ മേഖലയെ ബാധിക്കുമെന്നും എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇതിനിടെ ജർമ്മനിയിൽ നിന്നും US സൈന്യത്തെ വെട്ടിക്കുറയ്ക്കാനുള്ള അമേരിക്കൻ പദ്ധതികൾ മേഖലയിൽ കൂടുതൽ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.